ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന യേശുനാഥനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശുനാഥൻ തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു എന്നാണ്. അതായത് യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്ന ശിഷ്യന്മാരെക്കുറിച്ചും. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. നമ്മളവനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അവൻ നടന്ന വഴിയെ നടക്കാനും പരിശ്രമിക്കുന്നവരാണ്. അപ്പം അങ്ങനെ അവൻ്റെ വഴിയെ നമ്മൾ നടക്കുമ്പോൾ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇവിടെയും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണ്. ശക്തമായ കാറ്റും കടലും അവരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ്. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, യേശുനാഥൻ അവിടെയുണ്ട്. പക്ഷേ അപ്പോസ്തലന്മാർക്ക് വിശ്വാസത്തിൽ അല്പം കുറവുണ്ടായി, തങ്ങൾ നശിച്ചു പോയേക്കുമെന്ന ഭയമുണ്ടായി. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മളോട് യേശുനാഥന് പറയാനുള്ളത്, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഭയക്കരുത്. നമ്മൾ ക്രിസ്തുവിനെയാണ് അനുഗമിക്കുന്നതെങ്കിൽ തീർച്ചയായും അവൻ്റെ സാന്നിധ്യം നമുക്ക് രക്ഷയുടെ സാന്നിധ്യമായി ജീവിതത്തിൽ മാറുക തന്നെ ചെയ്യും. അപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് നിലവിളിച്ച് യേശുനാഥനെ വിളിച്ചുണർത്തുകയാണ്. അവിടെ നിന്ന് ഉറങ്ങുകയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരുടെ വിശ്വാസമില്ലായ്മയെ അവിടെ നിന്ന് ആദ്യം ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശ്വാസം ക്ഷയിച്ചു പോയേക്കാവുന്ന അവസരങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ദൈവത്തെ സംശയിച്ചേക്കാം. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. ചിലപ്പോൾ അവിടെ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തെന്ന് വരും. പക്ഷേ അവിടെ നമ്മുടെ ജീവിതത്തിൽ ശാന്തത കൊണ്ടുവരിക തന്നെ ചെയ്യും. യേശുനാഥൻ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുകയാണ്. അപ്പോൾ അവൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശാന്തതയും സമാധാനവും ഉണ്ടാകും. പ്രതിസന്ധികൾ വന്നു പോകും, പക്ഷേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അന്തിമഘട്ടത്തിൽ സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. നമുക്കുണ്ടാവേണ്ടത് ഈ ഒരു വിശ്വാസമാണ്. അവിടുന്ന് എൻ്റെ ജീവിതമാകുന്ന തോണിയുടെ അമരത്ത് തലചായ്ച്ച് ഉറങ്ങുന്നുണ്ട്, ശാന്തനായി അവിടെ നിന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം. യേശുനാഥൻ ഉറങ്ങുക എന്ന ആ ഒരു ചിന്തയെ നമ്മൾ ധ്യാനിക്കേണ്ടത് അവിടുത്തെ നിശബ്ദ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ്. കാരണം യേശുനാഥൻ ബഹളം വെച്ച് ഞാൻ ദൈവമാണ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളത്തോടെ നിൽക്കുന്നൊരു ദൈവമല്ലല്ലോ. ആ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് പഴയ നിയമം പറയുന്നത് പോലെ ഇളം കാറ്റിൻ്റെ സാന്നിധ്യമേ വരുന്ന ദൈവസാന്നിധ്യം. അപ്പോൾ അവിടെ നിന്ന് ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇല്ലാതായി എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ നിശബ്ദമായ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ്. എപ്പോഴാണോ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ആവശ്യകത നമുക്കുണ്ടാവുന്നത് അപ്പോഴവിടെ നിന്ന് ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ അവിടെ നിന്ന് ശാന്തനായി നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ അവിടെ നിന്നുണ്ട്, നമുക്ക് മധ്യേ അവിടെ നിന്നുണ്ട്, നമുക്കുള്ളിൽ അവിടെ നിന്നുണ്ട്. അപ്പോൾ ആ സാന്നിധ്യത്തിൽ വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവിടുന്ന് താങ്ങായി തണലായി വരുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ ക്രിസ്തുവിനെ മറന്നു പോകുന്നവരാകാതെ അവൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നും അവൻ എന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസമുള്ളവരുമാകാനുള്ള കൃപ തരണമേന്ന് യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.